സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തു കൂട്ടിയിരിക്കുന്ന കൊള്ളരുതായ്മകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മുന്നിലേക്ക് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അയാൾ ഏകാധിപതിയായിരുന്നു, അയാൾക്ക് ഒരു ഒറ്റ മൈൻഡായിരുന്നു, അയാൾ പറയുന്നതാണ് കാര്യം, അയാൾ പറയുന്നതിനപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു ചിന്താഗതിയായിരുന്നു. ആ ചിന്താഗതിയിൽ കൂടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെറും പ്രഹസനങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് വയനാട്ടിലെ ഫണ്ട് അടക്കം എടുത്ത് പുട്ടടിച്ചൊരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ട് പങ്കുവഹിക്കുന്ന മീഡിയ വൺ അടക്കമുള്ള റിപ്പോർട്ട് ചാനൽ അടക്കമുള്ള 24 ന്യൂസ് അടക്കമുള്ള പല ചാനലുകളും രംഗത്തേക്ക് വന്നത്. അപ്പോൾ അന്ന് ഏറ്റവും വലിയ വികസന മാറ്റം അല്ലെങ്കിൽ വികസന മാറ്റത്തിൻ്റെ ഒരു സൂചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. സമരഗേറ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ പൂട്ടിക്കിടന്നിരുന്ന, വർഷങ്ങളോളം 10 വർഷമായിട്ട് പൂട്ടിക്കിടന്നിരുന്ന ഒരു ഗേറ്റ് തുറക്കുന്നു. ആ ഗേറ്റിൽ അതിൽ കൂടി ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വി.ഡി. സതീശൻ കടന്നു വരുന്നു. അപ്പോൾ വി.ഡി. സതീശൻ തന്നെ മെയ് 19 പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയും നാളായിട്ട് അടച്ചു കിടന്നിരുന്ന ആ ഒരു ഗേറ്റ് തുറന്ന് ഞങ്ങൾ അതിലേക്കൂടെ പുറത്തേക്ക്, ഇനിയും ആ ഗേറ്റ് എന്നും തുറന്നു തന്നെ കിടക്കും എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇന്നിപ്പോൾ 10 തീയതി ആവുന്ന സമയത്ത് ആ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 20-21 ദിവസമായപ്പോഴത്തേക്കും ആ ഗേറ്റ് വീണ്ടും അടച്ചു. അപ്പം മാധ്യമ പാപ്പരാസികൾ അന്ന് മെഴുകിയ നമ്മുടെ ഹാഷ്മി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആ കൊങ്ങിക്കുട്ടന്മാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഹാഷ്മി പറയുന്നൊരു കാര്യം കാണിച്ചു തരാം. തുറന്ന സമരഗേറ്റിൽ കൂടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. എന്തൊരു സന്തോഷമായിരുന്നു. കുറേയധികം വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സമരഗേറ്റ് നോർത്ത് ഗേറ്റ് തുറക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്തൊക്കെ തള്ളായിരുന്നു. നോർത്ത് ഗേറ്റ് തുറന്നു, ബാരിക്കേഡില്ല, വാഹനം കടന്നു പോകുന്നു. ഇപ്പോൾ ഏതായാലും നല്ല കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. ബാരിക്കേഡ് 1-2 നിരയായിട്ട് ബാരിക്കേഡ്, അതിനപ്പുറത്ത് ഗേറ്റും അടച്ച അവസ്ഥയിലാണ്. തുറന്ന സമരഗേറ്റിൽ കൂടി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 24 ന്യൂസ് അല്ല, മാതൃഭൂമി ന്യൂസാണ്. അപ്പം മാതൃഭൂമി ന്യൂസ് ആയതുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങൾ വീണ്ടും പറയുകയാണ്. പക്ഷേ മാതൃഭൂമി ന്യൂസ് തന്നെ ഈ കാര്യങ്ങൾ പറയേണ്ടി വന്ന അവരുടെ അവസ്ഥ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ പിണറായി വിജയനെ എങ്ങനെയും ഇല്ലാതെയാക്കണം, പിണറായി വിജയൻ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഇന്ന് പിണറായി വിജയൻ ശരിയായിരുന്നു എന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല, പിണറായി വിജയൻ്റെ ഭാഗത്ത് തെറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ആ തെറ്റെന്ന് പറയാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നുമില്ല, തെളിയിക്കാനും സാധിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ നേരെ എത്രയെത്ര വെല്ലുവിളികൾ അല്ലെ എത്രയെത്ര പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന് പറയുന്നത് പോലെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വന്നൊരു മനുഷ്യനായിരുന്നു ശ്രീ പിണറായി വിജയൻ സഖാവ്. എന്നിട്ട് ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിലേതെങ്കിലും ഒന്ന് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നിയമം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമത്തിന് മുൻപിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലെ മാധ്യമ പാപ്പരാസികൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാരണം ആരോപണം മാത്രമാണ്, പണമല്ല, ആരോപണം. ആ ആരോപണങ്ങൾക്ക് പിന്നാലെ ആ ആരോപണങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ, ആരോപണങ്ങളുടെ കുടയും പിടിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ പാർട്ടിക്കെതിരെയും ഒക്കെ വൃത്തികെട്ട കളികൾ ഇവരം കളിക്കും. നമ്മുടെ നാട്ടിലെ കോടതിക്ക് പോലും ഇല്ലാത്ത ഒരു പ്രത്യേക വ്യഗ്രതയും ത്വരയും ഒക്കെയാണ് നമ്മുടെ ഈ നാട്ടിലെ മഞ്ഞ പത്രങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമ പാപ്പരാസികൾക്ക്. അപ്പോൾ ഈ മാധ്യമ പാപ്പരാസികൾ അതിനെ എടുത്തിട്ടങ്ങ് അലക്കും. അന്തിച്ചർച്ചകളിൽ സാമൂഹിക നിരീക്ഷകനെ വിളിച്ചിരുത്തുന്നു, ഇടതുപക്ഷത്തിൻ്റെ ഒരു അനുഭാവിയെ വിളിച്ചിരുത്തുന്നു, വലതുപക്ഷത്തിൻ്റെ അനുഭാവിയെ വിളിച്ചിരുത്തുന്നു, BJPയുടെ ഒരു കൗൺസിലറിനെ അല്ല BJPയുടെ ഒരു അനുഭാവിയെ വിളിച്ചിരുത്തുന്നു. വലിയ ചർച്ചകളാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തില്ലേ, പണ്ടത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ എന്താണ് ചെയ്തത്, പിണറായി വിജയൻ എന്തൊരു ക്രൂരനാണ്, അല്ലെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള നല്ലൊരു ശതമാനം ജനങ്ങളുടെ കണ്ണിലേക്ക് പൊടിയിടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. ആ പുകമറ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നൊരു മനുഷ്യൻ, ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി പ്രതിപക്ഷ നേതാവായിട്ട് മാറി. ആ പ്രതിപക്ഷ നേതാവായിട്ട് മാറിയിരിക്കുമ്പോഴും ഇവരുടെ ആക്കവും വീക്കവും ഒക്കെ കുറഞ്ഞിട്ടുണ്ടോ, അല്ല ഇവരുടെ ഈ ഒരു ത്വരയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോഴും ഇവർ പറയുന്നൊരു കാര്യം, പ്രതിപക്ഷ നേതാവായിട്ട് ഒരു സ്ഥാനം അലങ്കരിക്കാനായിട്ട് പിണറായി വിജയന് യാതൊരു വിധമായിട്ടുള്ള ഒരു യോഗ്യതയുമില്ല, പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും കിടന്ന് മെഴുകലാണ്. എന്തൊക്കെ തരം മെഴുകലുകളാണല്ലേ, പല രീതിയിലുള്ള മെഴുകലുകളാണ് നമ്മൾ ആ സമയങ്ങളിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു ഗേറ്റ് പിണറായി വിജയനെ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ പിണറായി വിജയനെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പരത്താൻ വേണ്ടിയിട്ട് ഇവർ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായിരുന്നു ഈ ഒരു ഗേറ്റിൻ്റെ കാര്യം. ആ ഗേറ്റിൻ്റെ കാര്യം തന്നെ നമ്മുടെ മാധ്യമങ്ങളെടുത്ത് കൊട്ടിഘോഷിക്കുകയും ചെയ്തു. ആ ഒരു ഗേറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകം, അല്ലെങ്കിൽ ഈ പറയുന്ന കടക്ക്
പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറയാത്ത ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനും ഒരു മെഴുകലായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു ഗേറ്റ് അടച്ചതിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ ബിഗ് TV അടക്കമുള്ള ഒരുപാട് ചാനലുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയനെതിരെ, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞ പിണറായി വിജയനെതിരെ വലിയ രീതിയിൽ സംസാരിച്ചിരുന്ന ആളുകൾ ഇന്ന് ആ ഒരു VD സതീശൻ ഈ രീതിയിൽ അവരെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പ്രവേശനം തടഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച കൂടി നമ്മൾ കാണുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം, ആ മാധ്യമ നിയന്ത്രണം ഉണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ പ്രവേശനമില്ല. അധികാരത്തിലേറിയ വേളയിൽ മാധ്യമങ്ങളോടായിരിക്കും ആദ്യം കാര്യങ്ങൾ പറയുക എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ ഇന്ന് എല്ലാ കാര്യങ്ങളെയും മാറ്റി, അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. 24 ന്യൂസ് വരെ വിഷമത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് പങ്കുവെക്കേണ്ടി വന്നിട്ടുണ്ട്. നിർബന്ധിതമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള നിയന്ത്രണം മറ്റ് മന്ത്രിമാരുടെ ഓഫീസിൽ വ്യാപിപ്പിച്ചു. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. വികസന മാറ്റം വേണം, വികസനം മാറണം, ഭരണമാറ്റം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകിയിരുന്ന ആളുകൾ ഇന്ന് ഈ രീതിയിൽ വാർത്തകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമം അത് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയെ നിങ്ങളെ കാണിച്ചു തരാം. മാധ്യമങ്ങൾക്ക് വിലക്ക്, വകുപ്പിൽ നിന്ന് ശുപാർശ ലഭിക്കാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന സെക്രട്ടേറിയറ്റിന്റെ പ്രധാന പ്രവേശന കവാടമായ നോർത്ത് ഗേറ്റും ബാരിക്കേഡ് വെച്ച് അടച്ചു. സന്ദർശകർക്ക് ഇനി കന്റോൺമെന്റ് ട്രഷറി ഗേറ്റ് വഴിയാണ് പ്രവേശനം ഉണ്ടാവുക. പിണറായി സർക്കാരിന്റെ കാലത്ത് മാധ്യമ വിലക്കിനെ UDF ചോദ്യം ചെയ്തിരുന്നു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഇത് തുടരുകയാണെങ്കിൽ തുടരുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോരെ, എന്തിനായിരുന്നു ഇടയ്ക്കുള്ള പ്രഹസനങ്ങൾ? തീർച്ചയായിട്ടും അതോ ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രി VD സതീശനാണ്. കാരണം നേരത്തെ സെക്രട്ടേറിയറ്റിൽ മാധ്യമ വിലക്ക് പിണറായി സർക്കാർ ഏർപ്പെടുത്തിയപ്പോൾ അതിനെ കൃത്യമായി ചോദ്യം ചെയ്ത അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന VD സതീശന്റെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ UDF സർക്കാർ അധികാരത്തിലെത്തി. ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റുകളും തുറന്നു വെച്ചു. അവിടെ പൊതുജനങ്ങൾക്ക് വിലക്കില്ല, മാധ്യമങ്ങൾക്ക് വിലക്കില്ല. അങ്ങനെ വലിയ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന രീതിയിലായിരുന്നു ചർച്ചകൾ മുന്നോട്ട് പോയത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി തുടങ്ങി. നേരത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനം, അതേപോലെ തന്നെയാണ് അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഏത് ഓഫീസിലേക്കാണോ പോകേണ്ടത് ആ ഓഫീസിലെ മേലധികാരി സെക്രട്ടേറിയറ്റിലെ ഗേറ്റിലെ പോലീസ് സെക്യൂരിറ്റി കൺട്രോൾ റൂമിൽ ഫോണിൽ വിവരം അറിയിക്കണം. എന്നിട്ട് ഈ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തണം. അതിനുശേഷം മാത്രമേ സെക്രട്ടേറിയറ്റിൽ ആ ഓഫീസിലേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ ഒരു കടുത്ത നിയന്ത്രണം, സാധാരണ സന്ദർശകർക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വീണ്ടും സെക്രട്ടേറിയറ്റിൽ മാധ്യമ പ്രവർത്തകർക്ക് പുനഃസ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ മാധ്യമ പ്രവർത്തകർക്ക് നിയന്ത്രണം എന്തൊരു രസമാണല്ലേ ഈ മാപ്രകളുടെ കരച്ചിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അന്നും ഇന്നും എന്നും ഈ പറയുന്ന മാത്തു സജി എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റ് നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ പല മുഖ്യധാര മാധ്യമങ്ങളും ഇന്ന് നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പിണറായി വിജയൻ്റെ ഈ കടക്ക് പുറത്തെന്ന് പറയുന്നൊരു ധാർഷ്ട്യം മാധ്യമ പ്രവർത്തകരോട് എവിടെ ചെന്നാലും കടക്ക് പുറത്തെന്ന് പറയുന്ന രീതിയിലേക്കാണെന്ന് വരെ വരുത്തി തീർത്തു. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അങ്ങനത്തെ കാര്യം പറഞ്ഞതെന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ തന്നെ പറയുകയുണ്ടായി. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ചെല്ലേണ്ട ഇടങ്ങളിൽ മാത്രമേ ചെല്ലാൻ പാടുള്ളൂ. അതായത് ക്ഷണിക്കപ്പെടാത്ത ഇടങ്ങളിൽ മൈക്കും കുത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. പിന്നെ അദ്ദേഹം മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു കോലും തൂക്കി പിടിച്ചുകൊണ്ട് എൻ്റെ അണ്ണാക്കിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് എവിടെ എന്ത് പറയണം എന്നുള്ളത് എനിക്ക് നല്ല തീരുമാനമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ എന്തുകൊണ്ട് അന്ന് ഇവരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞെന്നുള്ളത് ഇന്നിപ്പോൾ VD സതീശന് മനസ്സിലായിട്ടുണ്ടാവാം. പക്ഷെ നമ്മളിവിടെ എടുത്ത് പറയേണ്ട ഒരു വ്യത്യാസമുണ്ട്. പിണറായി വിജയൻ ഉണ്ടായിരുന്ന അത്രയും വധഭീഷണി, ഹിന്ദുത്വ തീവ്രവാദികളല്ല ഹിന്ദുത്വവാദികൾ 2000 കോടി രൂപ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ, അല്ലെങ്കിൽ മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന് സെക്യൂരിറ്റി എന്ന് പറയുമ്പം ഹൈ പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കണം. എന്നാൽ VD സതീശൻ എന്താണ് പ്രശ്നം? VD സതീശന് സംഘികളുമായിട്ടൊക്കെ ഒരു സഖ്യം ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ VD സതീശൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരോടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നൊരു മനുഷ്യനൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഗേറ്റെല്ലാം അടച്ചു പൂട്ടി ഏകഛത്രാധിപതിയായിട്ട് അല്ലെങ്കിൽ ഒരു ഏകാധിപതിയായിട്ട് അവിടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന് ഈ പറയുന്ന ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങി. ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിരി മാത്രം മതി എന്നുള്ളൊരു രീതിയിലേക്ക് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. എന്തൊക്കെയായാലും എന്താ, പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു വെളുക്കെ ചിരി ഇരിച്ചാൽ പോരെ. നമ്മുടെ നാട്ടിലെ ജനങ്ങളും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഒക്കെ എടുത്ത് കൊട്ടിഘോഷിക്കും. ഈ റീൽസ് ഇടാൻ വേണ്ടി നടക്കുന്ന റീൽസോളികൾ അതിനെ എടുത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കുറേ ബൂസ്റ്റ് തരും. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ചിരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുന്ന രീതിയിലുള്ളൊരു ചിന്താഗതി. ആ ചിന്താഗതി തന്നെയാണ് VD സതീശൻ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. എന്തായാലും നിങ്ങൾ മാധ്യമങ്ങൾ ഇന്ന് ഈ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴി വെച്ച് കൊടുത്താൽ വളം വെച്ച് കൊടുത്തത്.
അപ്പോൾ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതിൽ ഇനിയും കിടന്ന് മെഴുകിക്കൊണ്ട് പല ആളുകളും വരാം. എന്തൊക്കെ മെഴുകലുമായിട്ട് വന്നാലും ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഞങ്ങൾ രംഗത്തേക്ക് കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് ജനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ.